അപ്പോൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്, നമുക്കറിയാം നമുക്ക് ഇലക്ഷൻ വരാണ്. നമുക്ക് പലർക്കും പല സ്ഥലങ്ങളിലും വോട്ട് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കറിയാം ആ വോട്ട് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്രാവശ്യം വോട്ടുണ്ടോ, അത് എവിടെയായിരിക്കാം വോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊരു സഹായിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ പലർക്കും സംശയമുണ്ട്, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ള ആളുകളാണ് എന്നുള്ള കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ആൾക്ക് വോട്ടുണ്ടോ എന്നറിയില്ല, ഇവിടെയാണോ വോട്ട് അതോ സ്വന്തം വീട്ടിലാണോ വോട്ട് എന്നൊക്കെ പലരും സംശയങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് വോട്ട് ഉണ്ടോ ഇപ്രാവശ്യം വരുന്ന ഈ മാസം, ഏപ്രിൽ മാസമാണല്ലോ, മാസത്തിൽ വരുന്ന അതിൽ വോട്ട് ഉണ്ടോ എന്നും, ഏപ്രിൽ 26-നാണല്ലോ നമുക്ക് വരുന്നത്. അപ്പോൾ വോട്ട് ഉണ്ടോ എന്നുള്ളതും ആ വോട്ട് ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷൻ എവിടെയാണെന്നുള്ളതും കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയണത്. അപ്പോൾ നിങ്ങൾക്ക് വോട്ടുണ്ടോ എന്നുള്ളതും എവിടെ പോയാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനൊരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് പറഞ്ഞു തരും. ഇപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ കയറണം. ആ ലിങ്കിൽ കയറിയാലാണ് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ വോട്ടർ ID കാർഡിലെ ആ നമ്പർ അടിച്ചു കൊടുത്താലാണ് നമുക്കത് അറിയാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഇതിനകത്തൊരു ലിങ്ക് കാണാം, നിങ്ങൾ താഴെ നോക്കിയാണ് https://electoralsearch.eca.gov.in. ഈ ലിങ്ക് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ഇതേപോലെ ഗൂഗിളിനകത്തിട്ട് സെർച്ച് ചെയ്യണം. നിങ്ങൾ നോക്കിയാൽ https://electoralsearch.eca.gov.in. ഇത് നിങ്ങളിതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. നിങ്ങളിതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക https://electoral കണ്ട. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമുക്കിതുപോലെ തുറന്നു വന്നു. സെർച്ച് ഇൻ ഇലക്ടോറൽ റോൾ കണ്ടില്ലേ? ആ സെർച്ച് ഇൻ ഇലക്ടോറൽ റോളിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുറന്നു വരും. അതിൽ നിങ്ങളിവിടെ താഴെ നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് നിങ്ങൾ ഏതാണോ ലാംഗ്വേജ്, ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ളതുകൊണ്ട് മലയാളം സെലക്ട് ചെയ്യും. അതിനുശേഷം നമുക്കവിടെ EPIC നമ്പർ, ഇത് നിന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മുടെ നമുക്കെല്ലാവർക്കും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതായത് ID കാർഡ് ഉണ്ടായിരിക്കും, ഇലക്ഷൻ ID കാർഡ്. ആ ID കാർഡിൽ നിങ്ങളുടെ മുകളിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ ഇലക്ഷൻ ID കാർഡിൻ്റെ, നിങ്ങളുടെ ID കാർഡിൻ്റെ മുകളിൽ ആ നമ്പർ, പലർക്കും പല സീരീസ് ആയിരിക്കാം, ആ നമ്പർ നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുക. ആ നമ്പർ അടിച്ചതിന് ശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന ഒരു കണ്ട ക്യാപ്ച കോഡ് എന്ന് കണ്ട, ഈ കോഡ് അതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അതേപോലെ തെറ്റാണ്ട് നിങ്ങളെങ്ങനെയാണെന്ന് നോക്കുക, അതുപോലെ ടൈപ്പ് ചെയ്യുക. തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുറന്നു കിട്ടില്ല. അതിനുശേഷം നിങ്ങൾ സെർച്ച് കൊടുക്കുക. നിങ്ങൾ നോക്കിയാൽ കണ്ട, നമ്മളതിന് ശേഷം സെർച്ച് കൊടുത്തപ്പോൾ നോക്കിയാൽ നമ്മുടെ എപ്പിക് നമ്പർ വന്നു, പേര് വന്നു, ഏജ് വന്നു, റിലേറ്റീവ് നെയിം കണ്ട, റിലേറ്റീവ് നെയിം വന്നു, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, അതുപോലെ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അസംബ്ലി ഏതാണെന്ന് വന്നു, നിയോജക മണ്ഡലം വന്നു, അതിൻ്റെ പാർട്ട് നോക്കി, നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ, ഇതാണ് നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ. നിങ്ങൾ എവിടെയാണെന്ന് നോക്കിയാൽ ആ സ്കൂളിൻ്റെ പേര് കാണിക്കുന്നുണ്ട. അപ്പോൾ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ എവിടെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രാവശ്യം വോട്ടുണ്ടെന്നും ആ വോട്ട് ചെയ്യേണ്ട പോളിംഗ് സ്റ്റേഷൻ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. അത് നിങ്ങൾ വ്യൂ ഡീറ്റെയിൽസ് കൊടുത്താൽ നിങ്ങൾക്ക് ലിസ്റ്റായിട്ട് വരും. ഫുൾ ഡീറ്റെയിൽസ് ഇതുപോലെ നിങ്ങൾക്ക് ലിസ്റ്റായിട്ട് വരും കണ്ട. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ പോളിംഗ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലേ. ഇതുപോലെ ഓരോരുത്തർക്കും നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ടുണ്ടോ എന്നുള്ളതും എവിടെയാണ് വോട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു.